എന്താ മോൾക്ക് വിഷമം? പരീക്ഷയില് മാർക്ക് കുറഞ്ഞോണ്ടാണോ? എന്താ കാര്യം? ഒന്നും പറയണ്ട ടീച്ചറെ. മാളൂന് പരീക്ഷയിൽ മാർക്ക് തീരെ കുറവാണ്. അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആഹാ, നല്ല കാര്യം. വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ 100% വിജയം. എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട്. 100% വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ, പാഞ്ഞാൾ ആൻഡ് ചെറുതുരുത്തി. മായന്നൂർ കൂട്ടിൽമുക്ക് മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണ നോട്ടീസ് പ്രകാശനം നടന്നു. കർക്കിടകം 8 ജൂലൈ 24 വ്യാഴാഴ്ച രാവിലെ 5 മണി മുതൽ പഞ്ചപാണ്ഡവന്മാരുടെ പാദസ്പർശമേറ്റ് പുണ്യമായ നിള എന്ന് വിളിക്കുന്ന ഭാരതപ്പുഴയുടെയും ഗായത്രിപ്പുഴയുടെയും സംഗമസ്ഥാനമായ കൂട്ടിൽമുക്കിലാണ് മായന്നൂർ കൂട്ടിൽമുക്ക് മൂലമന്നൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം നടക്കുന്നത്. ആർച്ചക് പുരോഹിത് ബ്രഹ്മശ്രീ കണ്ടപ്പ ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ കടവിൽ കർക്കിടക വാവ് ബലിതർപ്പണം നടക്കുക. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും മൂലമന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും രാമായണ വാക്കാചരണവും നടത്തുന്നതാണ്. അവസാന ദിവസം മഹാഗണപതി ഹോമം ഉണ്ടായിരിക്കുന്നതാണ്. ഈ വർഷം കർക്കിടക വാവ് ബലി 24-ാം തീയതി എല്ലാ വർഷത്തെയും പോലെ ഇവിടെ നടത്തുന്നതാണ്. കഴിഞ്ഞ വർഷം തന്നെ 300 പേര് 400 പേര് ഉണ്ടായിരുന്നു. ഈ വർഷം അതിലും കൂടുതൽ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അന്നേ ദിവസം പ്രസിഡന്റിൻ്റെ വകയായി കാലത്ത് പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നതാണ്. അതുകൂടാതെ ഭക്തർക്ക് വേണ്ട ബലികർമ്മത്തിനുള്ള എല്ലാ സാഹചര്യവും നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നു. കൂടാതെ നമ്മൾ ഇനി എല്ലാ ദിവസവും കർക്കിടക വാവ് കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ബലികർമ്മം നടത്താനുള്ള സൗകര്യം അമ്പലത്തിൽ ലഭ്യമായിരിക്കും. ഈ കർക്കിടക വാവ് ബലിതർപ്പണത്തിന്റെ നോട്ടീസ് പ്രകാശനമാണ് മഹാവിഷ്ണു ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തിയത്. ക്ഷേത്രം മേൽശാന്തി അജിത് കുമാർ നമ്പൂതിരി, മൂലമണ്ണൂർ ക്ഷേത്രക്ഷേമ സമിതി സെക്രട്ടറി ജിതിൻ മുകുന്ദന് നോട്ടീസ് കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു. സെക്രട്ടറി ജിതിൻ മുകുന്ദൻ, വൈസ് പ്രസിഡന്റ് അനീഷ് എന്നിവർ മായന്നൂർ മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണ ഭാഗമായുള്ള ചടങ്ങുകളെക്കുറിച്ച് വിശദമാക്കി. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷം രാമായണ മാസാചരണം അനുകൂലമായി കൊണ്ടാടുകയാണ്. അതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാമായണ പാരായണം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും രാമായണ മാസക്കാലം ക്ഷേത്രത്തിൽ സാന്നിധ്യം അറിയിച്ച് ദേവീദേവന്മാരുടെ കൃപാകടാക്ഷങ്ങൾക്ക് പാത്രീഭൂതരാകേണ്ടതാണ്. കൂടാതെ ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ അന്നദാനം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാമായണ മാസ ആചരണത്തിൻ്റെ ഭാഗമായി വരുന്ന ഞായറാഴ്ച കർക്കിടക കഞ്ഞിക്കൂട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും നൽകുന്നുണ്ട്. കൂടാതെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധമായിട്ട് ഇവിടെ ഇങ്ങനെ അന്നദാന മണ്ഡപത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ കർക്കിടക മാസത്തിൽ 24-ാം തീയതിയാണ് നമ്മുടെ ബലിതർപ്പണം. ആ ബലിതർപ്പണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മാന്യതയ്ക്ക് ഒരുപാട് ഭക്തജനങ്ങൾ എത്താറുണ്ട്. 300-400 പേരൊക്കെ പങ്കെടുക്കുന്ന ബലിതർപ്പണ ചടങ്ങാണ് നടക്കാറ്. ഈ വർഷവും അതേപോലെ തന്നെ നമ്മൾ ബലിതർപ്പണത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും മൂലമണ്ണൂർ ക്ഷേത്രത്തിൽ വന്ന് ഭാരതപ്പുഴയുടെ തീരത്ത് ബലിതർപ്പണത്തിൽ പങ്കുകൊള്ളുക. ബലിതർപ്പണാചാര്യനായിട്ട് വരുന്നത് ശ്രീ കണ്ടപ്പ ശർമ്മയാണ്. അദ്ദേഹമാണ് 2-3 വർഷമായിട്ട് ഇതിലായിട്ട് നമ്മളിവിടെ ചെയ്തു വരുന്നത്. അദ്ദേഹം ഈ വർഷവും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും നമ്മൾ ഇപ്രാവശ്യം കർക്കിടക വാവ് ബലി നടത്തുന്നത്. കൂടാതെ കർക്കിടക വാവ് ബലി ദിവസം ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ സാധനങ്ങളും കർക്കിടക ബലിക്ക് വേണ്ട എല്ലാ സാമഗ്രികളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടാവും. ഭക്തജനങ്ങൾ വന്നാൽ മാത്രം മതി. അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രക്ഷേമ സമിതി അംഗങ്ങളായ സോമൻ നായർ, ജയൻ, രാജൻ, മറ്റു ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. CCV ന്യൂസ്, കൊണ്ടാടി.